സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ പോലെ മുഹയ്യദ്ദീൻ മാലയിൽ ഗൗസുൽ ആദമിന്റെ ഉന്നതമായ വസ്തുക്കളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ഭൂമി ഒരുണ്ട ഫോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമടന്നോവർ. ഭൂമി ഒരുണ്ട പോലെ എൻ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവനും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. അതിന്റെ അധികാരവും നിയന്ത്രണവും എന്റെ കയ്യിലാണെന്ന് ശൈഖ് അവറുകൾ പറഞ്ഞപ്പോ കുറ്റ്യാടിയിലെ മൗലവിക്ക് ആ പറഞ്ഞ മാലയിലെ വരികൾ പിടിച്ചില്ല. മാലക്കെതിരെ രംഗത്ത് വന്നു. അതൊക്കെ ആലങ്കാരിക പ്രയോഗമാണത്രേ, അതൊന്നും നേരെ അർത്ഥം പറയാൻ പാടില്ല എന്നാ പറയുന്നത്. എവിടെ എത്തി? മുഹയ്യദ്ദീൻ മാല മുഴുവനായി ഞങ്ങൾ അംഗീകരിക്കും എന്ന് രേഖാമൂലം എഴുതിത്തരാൻ പറ്റുന്ന ഏത് നവജമാഅത്തുകാരനാന്നുള്ളത് ഈ വരിയെ ദുർവ്യാഖ്യാനിക്കുന്നത് കേട്ടോളൂ. പറയുന്നതും കേട്ടോ അവർ. മാല ശരിക്കും പഠിച്ചെങ്കിൽ പഠിച്ചു പോവുകയില്ലായിരുന്നു. പക്ഷെ ആ മാല വേണ്ടതുപോലെ പഠിച്ചില്ല. ഞാൻ കേട്ടു ഒരു ആളിങ്ങനെ പറയാൻ. അയാൾ പറയുന്നത് എന്താണ്? അതേ, ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ എന്ന് മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞില്ലേ. പേരോട് അതെന്താ ചെയ്യാൻ? പേരോടൊന്നും ചെയ്യേണ്ടില്ല, പേരോടിനൊക്കെ അറിയാം. പേരോടെന്താ ചെയ്യാൻ? ഒന്നും ചെയ്യേണ്ടതില്ല. ആ സാധു മനസ്സിലാക്കിയത് ഭൂമി ഒരു ചെറിയ ഉണ്ട പോലെ ആക്കിയിട്ട് മൊഹീദ്ദീൻ ശൈഖിന്റെ കൈ പിടിച്ചു എന്നാണോ ആ സാധു അതിനർത്ഥം മനസ്സിലാക്കിയത്? അതൊക്കെ ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. അതേ, കാലത്തിന്റെ കൊളമ്പടി ശബ്ദം കേൾക്കാത്ത മൗലവി എന്ന് പറഞ്ഞാൽ കാലത്തിനൊരു കുളമ്പുണ്ട്, അതിനിങ്ങനെ ശബ്ദമുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? ഹദീസിലുണ്ടല്ലോ ഒരു സ്ഥലത്ത് എന്താ അറിയുന്നുള്ള പ്രശ്നമാണ് അത്. ഒക്കെ ഞങ്ങൾക്കറിയാം, വിവരമുള്ളവരാണ് ഞങ്ങൾ. അതിനൊക്കെ അതിന്റെ അർത്ഥം എന്താ? അർത്ഥം വെച്ചുകൊടുത്ത് ഇപ്പൊ എന്താ? അത് കേട്ടോളൂ, അടുത്ത വെച്ചുകൊടുക്ക്. എന്താ അപ്പൊ അതിന്റെ അർത്ഥമുള്ളത്? എൻ കയ്യിലെന്നോവർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തരുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഏത് മുസ്ലിമിനും മനസ്സിലാകുന്ന കാര്യമാണ്. ഒരൊറ്റ മുസ്ലിമും അങ്ങനെയല്ല മനസ്സിലാക്കിയത്. എന്താ അപ്പൊ പറഞ്ഞേ? ആ പറഞ്ഞതിന് അയാളുടെ ആശയം അനുസരിച്ച് തെറ്റാ. ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളത് അള്ളാഹിന്റെ പ്രത്യേകതയല്ലേ? അങ്ങനെയാണ് വഹാബി പറയല്. ഇൽമുൽ ഗൈബ് അള്ളാഹിന്റെ പ്രത്യേകതയാണ്, അത് മറ്റൊരാളും അറിയില്ല എന്നല്ലേ? അത് തന്നെയാണ് വാദത്തിനെതിരാ. ഇതിനയാൾ പറഞ്ഞുണ്ടാക്കി കൊണ്ടുവന്ന എന്താ? ഭൂമി വരുണ്ട ഫോലൻ കയ്യിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വിവരങ്ങളും എനിക്കറിയാം എന്നാണ്. അതിന്റെ അപ്പുറമൊന്നുമില്ല. എന്നാൽ അതിന്റെ ശരിയായ മഅന എന്താ? പഴയ കാലത്ത് പറഞ്ഞു വെച്ച്, പഴയ കാലത്തല്ല ഇപ്പൊ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മഅന പറഞ്ഞു കൊടുക്കാൻ അലവി സഖാഫിയെ ക്ഷണിക്കുകയാണ്. അയാൾ വരട്ടെ. ആകാശലോകത്തുള്ള പര്യടനം അത് മാത്രമല്ല, ഭൂമിയിൽ ശൈഖ് അവർകൾക്കുള്ള ആധിപത്യം പറയുന്നത് കാണാ. ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവടെന്നോവർ. ഇത് പറഞ്ഞിട്ട് ശൈഖ് ജീലാനിയെ പരിഹസിക്കും ചില ആളുകൾ, വിവരമില്ലാത്ത കഥയില്ലാത്ത മൗലവിമാർ. എന്താ? നമ്മൾ ചായക്ക് കഴിക്കുന്ന ഉണ്ടല്ലേ, ആ ഉണ്ട പോലെയാണ് ശൈഖ് ജീലാനിക്ക് ഭൂമി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കും. ഇതിന്റെ അർത്ഥം അതല്ല. ഒരു ഉണ്ടയായി മാറുകയാണെങ്കിൽ നമുക്ക് അതിൽ എങ്ങനെയെല്ലാം വിക്രയം ചെയ്യാൻ കഴിയോ, അതുപോലെയാണ് ശൈഖ് ജീലാനിക്ക് ഭൂമി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ദൂരപരിധി ഇല്ലാതെ അതെല്ലാം ഈ ഭൂമിയുടെ ഏത് ഭാഗത്തേക്ക് എത്ര വേഗതയിൽ എത്താനും ശൈഖ് ജീലാനിക്ക് സാധിക്കും, അവിടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതല്ലേ നമ്മൾ കണ്ടത് തന്റെ മെതിയടി കൊണ്ട് നിമിഷ നേരം ശൂന്യായി പോകുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഭൂമി വരുണ്ട ഫോലൻ കയ്യിലെന്നോവർ എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ആ ഉണ്ട പിടിച്ചാൽ അത് മുഴുവനും തന്റെ കൺട്രോളിലാക്കാൻ പറ്റുന്നത് പോലെ അല്ലാഹു കൊടുത്ത വലിയ അധികാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭൂമി മുഴുവനും എവിടെയും കൈകാര്യം ചെയ്യാനും തദ്ബീർ ചെയ്യാനും നിയന്ത്രിക്കാനും
അല്ലാഹു അധികാരം കൊടുത്ത നേതാവാണ് അഷ്റഫുൽ വറാ മുത്തു റസൂൽ, ആ റസൂലുള്ളാഹിന്റെ വാരിസായ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു. അപ്പൊ നോക്കൂ നിങ്ങൾ, എല്ലാം കിട്ടുന്നത് ഖുതുബീങ്ങളിൽ നിന്നാണെന്ന് പറയാൻ പാടില്ല എന്നായി ഈ വ്യാജ സമസ്തയുടെ വാദം. ഭൂമി മുഴുവനും കൺട്രോൾ ചെയ്യാം എന്ന് മാലയിൽ പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയാതെയായി ഒന്നുകൂടി കയറി പറഞ്ഞു. അതെന്താ? അങ്ങനെ വല്ല വലിയനും ഉണ്ടെന്ന് വാദിച്ചാൽ ആ വാദിച്ചവൻ മുശ്രിക്കാണ്, ശിർക്കിലാണ് എന്ന് വരെ പറഞ്ഞു. ശിർക്ക് വാദം കേട്ടോളൂ നിങ്ങൾ. അടുത്തത് താക്കീത് നൽകിയ റസൂലാണ്, അത് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അശ്അരി തരീഖത്ത്. വബറാഅതി മിൻ കുല്ലി ശിർകിൻ ഖാലഹു മൻ ലാ യുഖിറു ബിഫിലിഹി മബ്റൂറാ. സർവ വിഷയങ്ങളും അല്ലാഹു ആണ് ചെയ്തു തരുന്നതെന്നും അവനാണ് സൃഷ്ടിച്ചു തരുന്നതെന്നും വിശ്വസിച്ചുകൊണ്ട് ഒരു ശിർക്കിന്റെ വ്യാജ തരീഖത്തോ ശിർക്കുമായി ബന്ധപ്പെട്ട ആശയങ്ങളോ ഇല്ലാത്തവരാണ് റാഫിളത്തിൽപ്പെട്ട ചില കക്ഷികൾ വാദിച്ചവരുണ്ടല്ലോ. എന്താണ് അവർ വാദിച്ചത്? അല്ലാഹു തആല ഈ ഭൂമിലോകം പടച്ചു, എന്നിട്ട് തദ്ബീറൽ ആലമി ലഅലി ഇബ്നു അബീ ത്വാലിബ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ലോകം മുഴുക്കെ നിയന്ത്രിച്ച് ഭരിച്ച് വ്യവസ്ഥപ്പെടുത്തി കൊണ്ടുപോകാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അതൊരു ശിർക്കിന്റെ വാദമാണ് എന്ന് മഹാനായ ഇമാം ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അൽ ഫിർഖ് ബൈനൽ ഫിർഖ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെയുള്ള വ്യാജ തരീഖത്തുകാരുണ്ടാവും. അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മൾക്കൊരു ശിർക്കുമില്ല, ഒരു ശിർക്കുമില്ല. കണ്ണുങ്ങൾ അതേ സ്വഭാവം MCC അബ്ദുറഹ്മാൻ മൗലവിയും കുറ്റ്യാടി അബ്ദുറഹ്മാൻ മൗലവി രണ്ടും ഒരേ ഇനായിപ്പോയി. ശിർക്കാണ് അയാൾ ആരോപിക്കണ്. എന്താ പറഞ്ഞേ? തദ്ബീറുൽ ആലം, അള്ളാഹുവിന്റെ ആളുകൾക്ക് ലോകത്തിന്റെ നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശിർക്കിന്റെ വാദമാണ് എന്ന് അൽ ഫർഖു ബൈനൽ ഫിറഖിലുണ്ട്. അൽ ഫർഖിലൊന്നും ഇല്ല. പറഞ്ഞപ്പോൾ അൽ ഫിർക്ക് എന്നാ പറഞ്ഞ പോട്ടെ. മഹാനരായ ഗൗസുൽ അഅ്ലമ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഇദാ വസല ഖൽബുൽ അബ്ദി ഇലാ റബ്ബിഹി അസ്സ വജൽ അഗ്നാഹു ബിഹി അനിൽ ഖൽഖ്. ഒരടിമ അല്ലാഹുവിലേക്ക് അടുത്ത് അവന്റെ സ്വന്തം ആളായി അവനിലേക്ക് വസൂലായാൽ റബ്ബാനിയാണത്. ഫവ്വദ ഇലൈഹി, അവനിലേക്ക് അല്ലാഹു ഏൽപ്പിക്കും അംറ മുൽക്കിഹി, അവന്റെ അധികാരത്തിന്റെ കാര്യങ്ങൾ, വതദ്ബീറ മുൽക്കിഹി, അല്ലാഹുവിന്റെ അധികാരങ്ങളുടെ നിയന്ത്രണവും, വമിൻ മംലകതിഹി ദുനിയാഹു വ ഉഖ്റാ, അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട മഹാന്റെ അധികാരത്തിലാണ് അല്ലാഹുവിന്റെ ദുനിയാവും ആഖിറവും. ഗൗസുൽ ആദം നിങ്ങൾ റാഫിദിയാണോ? ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു വ്യാജനാണോ? മുശ്രിക്കാണോ? എത്ര കിതാബ് നമ്മളൊന്ന് വായിച്ചു കൊടുത്തിട്ടുണ്ട്.